ഹായ് ചാച്ച. ഞാൻ എന്നെ തന്നെ കരുതിയിരിക്കുന്നത് ചാച്ചൻ്റെ 12ാമത്തെ മകളായിട്ടാണ്. ഈ ചാച്ചൻ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സ്നേഹത്തിനും വാത്സല്യത്തിനും ഞാൻ ഒത്തിരി ചാച്ചനോട് കടപ്പെട്ടിരിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ഈ ചാച്ചൻ്റെ 24 കൊച്ചുമക്കളും അവരുടെ കുടുംബവും ഒരുമിച്ച് ചാച്ചൻ്റെ പിറന്നാൾ ആശംസിക്കുകയാണ് ഇവിടെ. അതിലേറ്റവും മൂത്ത ആളായ ഞാൻ ആദ്യം തന്നെ ഈ ചാച്ചന് പിറന്നാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. പിന്നെ ഒരു കാര്യം, ഞങ്ങളെല്ലാവരോടും കൂടി ഈ ചാച്ചന് വേണ്ടിയിട്ട് ഒരു പിറന്നാൾ സമാനമായിട്ടൊരു കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് അത്. നല്ല മനോഹരമായ കാർഡായിരിക്കുന്നല്ലോ. ഈ കാർഡിൽ കാണുന്ന പോലെ തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും വളർന്ന് പടർന്ന് പന്തലിച്ച് വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ തലമുറ തന്നെയാണ് ഈ അവസരത്തിൽ ഇച്ചാച്ചനുള്ള ഏറ്റവും വലിയ സമ്മാനം. ഇച്ചാച്ചന് എൻ്റെ വക പിറന്നാൾ ആശംസകൾ. കുട്ടികൾ നെവിലിനിയായി ഇച്ചാച്ചന് പിറന്നാൾ ആശംസ നേരാൻ വേണ്ടി വരുന്നു. അവസാനമായിട്ട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ചാച്ചൻ്റെ ഈ പിറന്നാൾ ആഘോഷം ചിലർക്കെങ്കിലും ഒരു പാരയായിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജോയികളിലും അച്ഛനങ്ങളുടെയൊക്കെ പ്രായം സമൂഹത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുകയാണ്. സാരമില്ല, എനിക്ക് നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ട്. പിന്നെ പവൻ ഇവിടെ നിൽപ്പുണ്ട്. പവൻ ചാച്ചനെ വിഷ് ചെയ്യണം. ഞാൻ വണ്ടിക്ക് വിളിക്കാം. രണ്ടാമത്തെ നമ്പറാണ് എൻ്റെ ഇച്ചാച്ചന് ബർത്ത്ഡേ വിഷ് നേരാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇച്ചാച്ചന് എല്ലാവിധ ജന്മദിന ആശംസകളും നേരുകയാണ്. അതോടൊപ്പം വിശ്വഭാരതിയിൽ പഠിച്ച 2 വർഷം ഇച്ചാച്ചനെ ഇച്ചാച്ചൻ്റെ കൂടെ കൂടുതൽ സമയം എനിക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ ഇച്ചാച്ചൻ്റെ കൊച്ചുമകനായിട്ട് ജനിക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ടും കൂടെ കരുതുകയാണ്. പിന്നെ എൻ്റെ എല്ലാ പ്രാർത്ഥനയും ഇച്ചാച്ചനോടൊപ്പം ഉണ്ടാവും. പിന്നെ ലോകം മൊത്തം കറങ്ങുന്ന ഒരു ഇച്ചാച്ചനുള്ള ബർത്ത്ഡേ കാർഡുണ്ട്. ഇത് ലോകത്തിൻ്റെ അങ്ങേ സൈഡിൽ നിന്ന് ഇങ്ങേ സൈഡിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഇനി പോകുന്നത് സോന ചേച്ചിയുടെ കയ്യിലേക്കാണ്. അതിനു മുമ്പ് ഈ ക്യാമറ പിടിച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യയാണ് മരിയ. അവർക്ക് ഇച്ചാച്ചനോട് പറയാനുള്ള കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ഹായ് ചാച്ച. ഇച്ചാച്ചനും എൻ്റെ വക പിറന്നാൾ ആശംസകൾ ഞാൻ നേരുവാണ്. ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് നാട്ടിൽ വന്ന് ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. ഓക്കെ, പിടിച്ച്. ഇനി ഈ സാധനം സോന ചേച്ചിക്ക് കൈമാറുവാണ്. സോന ചേച്ചി ഇത് ഇവിടെ ഉണ്ട്. സോന ചേച്ചി മേടിച്ചു. ഹായ് ചേച്ചി. മതി പറഞ്ഞത്. താങ്ക് യു പവനെ. ചാച്ച ഇത് കണ്ടോ. ഹായ് ചാച്ച. ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് പ്രത്യേകിച്ച് ഇനി പറയേണ്ട ഒരു ആവശ്യമില്ല. പൂച്ചച്ചിയും പവനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാം മനസ്സിലായും കാണും. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും ഇച്ചാച്ചന് നേരുന്നു. ഇച്ചാച്ചന് ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Happy birthday, Chacha. Happy birthday to you. Happy birthday to you. Happy birthday to Chacha. Happy birthday to you. May the God bless you. May the God bless you. May the God bless you. Happy birthday to you. Happy birthday. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ ചാച്ച. അച്ചാച്ചന് 90ാമത്തെ ബർത്ത്ഡേ ആശംസ ഞാൻ നേരുന്നു. ഹായ്. ഇനി എൻ്റെ ഊഴം കഴിഞ്ഞു. ഇനി സീന റെഡി ആയിട്ടുണ്ട്. സീന നമുക്ക് വിളിക്കാം.
ജസ്മോളെ വാ. കുഞ്ഞോളെ സോനാലിയുടെ കയ്യിൽ നിന്ന് പിക്ചർ ഇങ്ങനെ മേടിച്ച മോനെ. ഇച്ചാച്ചന് എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ചാച്ച, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ചാച്ച, ഹാപ്പി ബർത്ത്ഡേ ടു യു. For he's a jolly good fellow, for he's a jolly good fellow, jolly good fellow, and some say all of us, and some say all of us, and some say all of us. He's a jolly good fellow, for he's a jolly good fellow, for he's a jolly good fellow, and some say all of us. എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. കുഞ്ഞോളെ ഇതാ ദീപാനിയുടെ പേരോട് കൊടുത്തേക്ക്. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ചാച്ച. ഈ ചാച്ചനിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതാരപ്പ ഈ ഇരിക്കുന്ന വെച്ച്, ഇങ്ങനെ ഒരു കൊച്ചുമോളെ ഞാൻ കണ്ടിട്ട് കുറേ നാളായല്ലോ എന്ന് അല്ലേ. ശരിയാ, ഞാൻ വിളിക്കുന്നൊന്നുമില്ല, അങ്ങനെ കാണാനും വരുന്ന നാട്ടിലും വരാറില്ല. പക്ഷെ എന്നാലും ഈ ചാച്ചനെ പറ്റി എപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും എൻ്റെ വക 90ാം ജന്മദിനാശംസകൾ. ചാച്ചനെ പറ്റി അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്ന ആ ഒരു വലിയൊരു കഥയുള്ളത്, പണ്ട് ഞങ്ങൾ ബോർഡിങ്ങിലായിരുന്നപ്പോൾ ഈ ചാച്ചൻ ഞങ്ങളെ കാണാൻ വരുമായിരുന്നു. അപ്പോൾ ഈ ചാച്ചന് വരാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ കുതിച്ചിരിക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ചാച്ചൻ കൊണ്ടുപോകും, കടയിലൊക്കെ കൊണ്ടുപോകും. കടയിൽ കൊണ്ടുപോയിട്ട് ചുമ്മാ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നതെല്ലാം ഭയങ്കര വലിയ എമൗണ്ടിൽ അങ്ങനെ പെറുക്കി വാങ്ങിച്ചു തരുമായിരുന്നു. ശരിക്കും ഒരുമാതിരി ക്രിസ്മസ് ഫാദർ വീട്ടിൽ വരുന്ന പോലെ ഉണ്ടാവും, ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര നല്ല നല്ല ഓർമ്മകളാണ് ഈ ചാച്ചൻ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ എന്തായാലും ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ വളരെ സങ്കടമുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു വീഡിയോ വഴിയെങ്കിലും ചാച്ചന് ഒരു മെസ്സേജ് അയക്കാൻ പറ്റിയ സന്തോഷം. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന അങ്കിൾ ആൻറ്റിമാരും കസിൻസും എല്ലാം ഞങ്ങൾക്ക് വേണ്ടിയും കൂടി അടിച്ചു പൊളിച്ചേക്കണം കേട്ടോ. ഒന്നുകൂടെ എൻ്റെ വക ഹാപ്പി ബർത്ത്ഡേ. ഞാൻ വേറെ ആൾക്കാരെ വിളിക്കാം. നിക്കിച്ചായോ? നമസ്കാരം ചാച്ചോ. ഈ ചാച്ചൻ്റെ 90ാം ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ വകയും എല്ലാ ആശംസകളും നേരുന്നു. എൻ്റെ വക മാത്രമല്ല, ചക്കിയുടെ വകയുണ്ട്. ചക്കിയെ കാണാമോ? നോക്ക്, ആരാ നോക്കൂടെ? ഈ ചാച്ചന് ഹായ് പറഞ്ഞേ. ഹായ്. ഹലോ, ഹാപ്പി ബർത്ത്ഡേ ചാച്ചനെ അധികം അടുത്തിടപെടാൻ പറ്റിയിട്ടില്ലെങ്കിലും ദീപ പറഞ്ഞിങ്ങനെ പല കഥകളും എനിക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നല്ല ഇത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇനിയും ചാച്ചന് ഇതുപോലെ ഇഷ്ടംമാതിരി ബർത്ത്ഡേ ആഘോഷിക്കാൻ അവസരം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വക ഒന്നുകൂടി ബർത്ത്ഡേ ആശംസകൾ. എല്ലാവരും ഈ ബർത്ത്ഡേ അടിച്ചു പൊളിക്കുക. ഞങ്ങളുടെ വക പ്രാർത്ഥനകളും ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ ചാച്ച. ഒന്നുകൂടി ഇവിടെ ഒരാൾ മുട്ടി നിൽപ്പുണ്ട് വിഷ് ചെയ്യാനായിട്ട്. സെബാസ്റ്റ്യനാണ്. ഞാൻ അവന് വേണ്ടിയിട്ട് ഈ പിക്ചർ കൈമാറുന്നു. സെബാസ്റ്റ്യൻ എന്നാ പിടിച്ചോ, നിന്റെ പുഴ. ചാച്ച, സന്തോഷ ജന്മദിനം ഇച്ചാച്ചന്. ഊളവള്ളിക്ക് കുടുംബത്തിലെ എല്ലാ മെമ്പേഴ്സോടെ ചേർന്ന് ഇച്ചാച്ചന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. 90ാമത്തെ ബർത്ത്ഡേ. വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഒരല്പം വിഷമമുണ്ട്. കാരണം ഞാനും മാത്യൂസും അവിടെ ഇല്ലാണ്ടായി പോയല്ലോ എന്നുള്ളതായിട്ട് വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇച്ചാച്ചനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 10-20 വർഷം പിന്നോട്ട് പോകേണ്ടി വരും. അന്ന് ഞാനും മാത്യൂസും ഉളവള്ളിക്ക് തറവാട്ടിലാണ് താമസിച്ചത്. അന്ന് ഞങ്ങളെ നോക്കിയതും വളർത്തിയതൊക്കെ ഇച്ചാച്ചനാണ്. അതൊക്കെ എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. എപ്പോഴും ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യും. കാരണം സ്വന്തം മക്കളെ നോക്കുന്ന പോലെ അന്ന് കൊച്ചുമക്കളായ ഞങ്ങളെ ഇച്ചാച്ചൻ നോക്കിയത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. വീണ്ടും ഇച്ചാച്ചന് ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. എല്ലാവിധ മംഗളങ്ങളും ഞാൻ നേരുന്നു. ഇച്ചാച്ചനെ വിഷ് ചെയ്യാൻ എൻ്റെ ബാക്കി പകുതി എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അവനെ ഞാൻ ഈ കാർഡ് ഏൽപ്പിക്കുകയാണ്. ഹായ് ചാച്ച, ഒരുപാട് സന്തോഷമുണ്ട്
ഈ ആഘോഷത്തിൽ ഇങ്ങനെയെങ്കിലും പങ്കുചേരാൻ സാധിച്ചതിന്, പ്രത്യേകിച്ചും സബാസ്റ്റും പറഞ്ഞ പോലെ ഞങ്ങളെപ്പോഴും ഇച്ചാച്ചനെ പറ്റി സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ചും ആ പഴയ തറവാട്ടിലെ ആ ജീവിതം. അന്ന് പപ്പയും മമ്മിയും ഞങ്ങളെ ഇച്ചാച്ചനെ ഏൽപ്പിച്ചിട്ട് പോയി. പക്ഷെ ഇച്ചാച്ചൻ ഞങ്ങളെ പൊന്നുപോലെയാണ് അന്ന് നോക്കിക്കൊണ്ടിരുന്നത്. അതൊരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പഴയ ഒരു കഥ ഓർമ്മ വരുന്നത്. അന്ന് തറവാട് വളരെ കൊച്ചായിരുന്നു, കൊച്ചു വീടായിരുന്നു. അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു പശുത്തൊഴുത്തുണ്ടായിരുന്നു. അന്ന് 2-3 പശുക്കളും ഉണ്ടായിരുന്നു. ആ തറവാട്ടിലെ പശുക്കൾ അംഗങ്ങളെ പോലെയായിരുന്നു. അത്രയും സ്നേഹമായിരുന്നു പശുക്കളോട്. അന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്ന പൂജ ചേച്ചി ഉണ്ടായിരുന്നു, മേരി ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ ഇച്ചാച്ചനുണ്ടായിരുന്നു, സബാസ്റ്റിനുണ്ടായിരുന്നു. അന്ന് എന്തെങ്കിലും ഒരു പഴം ഉണ്ടായിരുന്നു. ആ പഴം ഞാൻ ഒരു വെള്ള പശു ഉണ്ടായിരുന്നു. ആ പശുവിന് കൊടുക്കാനായിട്ട് ഞാൻ ആ പശുവിന്റെ അടുത്ത് പോയി. ഞാൻ ഇച്ചാച്ചനോട് ചോദിച്ചു, ഇച്ചാച്ചൻ ഞാൻ ഈ പഴം ഒന്ന് ആ പശുവിന് കൊടുത്തോട്ടെ? അപ്പൊ ഇച്ചാച്ചൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് കൊടുത്തോടാ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു. ഞാനത് മനസ്സിൽ വെച്ച് ഞാൻ അങ്ങോട്ട് പശുവിന് നേരെ ഈ പഴം അങ്ങ് നീട്ടി. പിന്നെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ പശു എൻ്റെ അടുത്തോട്ട് വളരെ സ്പീഡിൽ വരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് ഞാൻ അങ്ങോട്ട് എയറില് പറക്കുക, പശു കുത്തി. ഞാൻ തൊട്ടടുത്ത് വിറകുപറ ഉണ്ടായിരുന്നു, അവിടെ മാറി ഞാൻ തെറിച്ചു പോയി. പിന്നീട് ഞാൻ ഓർക്കുന്നത് പൂച്ചേച്ചിയും മേരി ചേച്ചിയും എന്നെ എടുത്തുകൊണ്ട് പോയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിന് ശേഷം സംഭവിച്ച ഇതാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത്. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ഈ കഥ. അതിന് ശേഷം സംഭവിച്ചത്, ഈ പശുവിനെ ഇച്ചാച്ചൻ അന്ന് നമ്മുടെ തറവാട്ടിന് മുമ്പിൽ ഒരു നീണ്ട ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന് അടുത്ത് ഈ പശുവിനെ കൊണ്ടുവന്ന് ഈ തല അടുപ്പിച്ച് ആ മരത്തിലോട്ടങ്ങ് കെട്ടി. അതിനുശേഷം ഒരു വലിയ തോട്ടി, അതായത് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ 2-3 പേര് പൊക്കിയാലും പൊങ്ങാത്ത ഒരു തോട്ടി, അത് എടുത്തിട്ട് വന്നിട്ട് ഇച്ചാച്ചൻ ആ പശുവിനെ, അതായത് എൻ്റെ മകനെ നീ കുത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും, അത് എനിക്ക് തോന്നുന്ന നാട്ടിലുള്ള മുഴുവൻ കേട്ട് കാണും, അത്രയും നല്ല ശബ്ദമായിരുന്നു. വീണ്ടും വീണ്ടും എൻ്റെ മകനെ നീ കുത്തിയല്ലടാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ആ പശുവിനെ അടിയോടടി. അന്ന് സത്യത്തിൽ എനിക്ക് ആ പശുവിനോട് ഒരുപാട് സങ്കടം തോന്നി. അത്രയും അടിയായിരുന്നു അടിച്ച് ഇച്ചാച്ചൻ. ഞാൻ ഇച്ചാച്ചൻ ഇതുവരെയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല, അത്രയും സീരിയസ് ആയിട്ട് ആ പശു. എനിക്ക് അന്ന് പശുവിനോട് ഒരുപാട് സങ്കടം തോന്നി. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ പശുവിനെ കൊണ്ട് വിൽക്കുകയും ചെയ്തു. പക്ഷെ പിന്നീടാണ് ചെറിയ പ്രായമൊക്കെ ആയി ഞങ്ങള് അതിനെപ്പറ്റി വീണ്ടും വീണ്ടും സംസാരിക്കുന്നത്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എത്രമാത്രം ഇച്ചാച്ചൻ ഞങ്ങളുടെ സ്നേഹം ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും അത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് അത് ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോഴും പശുക്കളെ കാണുമ്പോൾ ഞാൻ 10 അടി മാറി നടക്കും. അപ്പൊ എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഈ കഥ എല്ലാവരോടും ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മറക്കാൻ പറ്റത്തില്ല ആ കഥ. ഏതായാലും ഇച്ചാച്ച ഒരുപാട് സന്തോഷമുണ്ട്. ഇച്ചാച്ചൻ 90ാമത്തെ വർഷം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഇച്ചാച്ചനോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഞാൻ ഇത് കൈമാറാൻ പോകുന്നത് മജയ് ചേട്ടനും സൗമ്യ ചേച്ചിക്കുമാണ്. അവർക്ക് ഞാൻ ഇത് കൈമാറുന്നു. Thank you, Matthew. Wow. ഹായ് ചാച്ച. ഈ ഗ്രീറ്റിംഗ് കാർഡ് ഞങ്ങളെ പേരക്കുട്ടികളെല്ലാവരും കൂടി ഇച്ചാൻ്റെ 90ാമത്തെ ബർത്ത്ഡേ ആഘോഷങ്ങൾക്ക് ആശംസ അറിയിക്കാനായിട്ട് തയ്യാറാക്കിയതാണ്. നന്നായിട്ടില്ലേ? ഈ അവസരത്തിൽ ഇച്ചായന് ജന്മദിനാശംസ അറിയിക്കാനായിട്ട് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ സന്നിഹിതമാണ്. ഞാൻ ആശംസ അറിയിക്കാനായിട്ട് സൗമ്യ. ഹാപ്പി ബർത്ത്ഡേ ചാച്ച. ഇനി ഞാൻ ഈ ബർത്ത്ഡേ വിഷസ് മെസ്സിക്ക് കൈമാറുന്നു. ഹായ് ഇച്ചാച്ച. 90ാം ജന്മദിനം ആഘോഷിക്കാൻ ഞങ്ങളുടെ ഇച്ചാച്ചന് ഞങ്ങളെല്ലാ കൊച്ചുമക്കളും ചേർന്ന് ഇച്ചാച്ചന് സമർപ്പിക്കുന്ന ഒരു ഗ്രീറ്റിംഗ് കാർഡാണിത്. ഈ അവസരത്തിൽ ഇച്ചാച്ചന് എൻ്റെയും എൻ്റെ നീനുവിൻ്റെയും എല്ലാവിധ ജന്മദിന ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ഇച്ചാച്ച.
ഇത് ഞാൻ ജിയോ കുട്ടറിന് കൈമാറുന്നു. ഹലോ ഇച്ചാച്ച, എന്നുണ്ട് ഇച്ചാച്ച വിശേഷങ്ങളൊക്കെ? ഇച്ചാച്ചൻ്റെ 90ാം ജന്മദിന ആഘോഷത്തിൽ പങ്കെടുക്കാൻ എനിക്ക് പറ്റിയില്ല, അതിലൊത്തിരി വിഷമമുണ്ട്. എങ്കിലും ഏതെങ്കിലും ഒരു രീതിക്ക് ഇച്ചാച്ചൻ്റെ കൂടെ പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ തയ്യാറാക്കിയത്. ഈ 90ാം ജന്മദിനം ആഘോഷിക്കുന്ന ഇച്ചാച്ചന് എൻ്റെ 1000 ജന്മദിന ആശംസകൾ. ഇച്ചാച്ചൻ്റെ ഒത്തിരി ഉപദേശങ്ങളും ഇച്ചാച്ചൻ്റെ ഒത്തിരി സ്നേഹവും ഞങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായിട്ടുണ്ട്. കാരണം ഇച്ചാച്ചൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെയൊക്കെ ഓരോ വളർച്ചയ്ക്ക് കാരണം. ഞങ്ങളോട് ഒത്തിരി കളിയാടിയിട്ടോ ഒത്തിരി കളിക്കുകയോ അല്ലെങ്കിൽ ഒത്തിരി തുള്ളിച്ചാടി നടക്കുകയോ ചെയ്തിട്ടെങ്കിലും ഇച്ചാച്ചൻ ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുകയും ഞങ്ങൾക്ക് ഒത്തിരി സ്നേഹം തന്നിട്ടുണ്ട്. ഇച്ചാച്ചൻ്റെ മനസ്സ് നിറയെ സ്നേഹം എന്നുള്ളതും ഞങ്ങൾക്കറിയാം. അപ്പം ഈ 90ാം ജന്മദിനം ആഘോഷിക്കുന്ന ഇച്ചാച്ചന് വേണ്ടി ഞങ്ങളൊരു ചെറിയ സമ്മാനം ഒരുക്കിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ചേട്ടനായ മെജിയിൽ നിന്നും മേടിക്കുകയാണ്. കുജറ, ഇതാണ് ഞങ്ങൾ ഇച്ചാച്ചന് വേണ്ടി ഒരുക്കിയ ബർത്ത്ഡേ കാർഡ്. ഇതിൻ്റെ അകത്ത് 500 പോലെ ഉടയോനെ പോലെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഇച്ചാച്ചന് വേണ്ടി എല്ലാ കാലത്തും എപ്പോഴും എല്ലാ സഹായങ്ങൾക്കും എല്ലാ കാര്യത്തിനും ഞങ്ങൾ എപ്പോഴും ഇച്ചാച്ചൻ്റെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇച്ചാച്ചൻ്റെ ഈ ജന്മദിനത്തിൽ ഇച്ചാച്ചന് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ കാർഡ് റോബിൻ സാറിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. റോബിൻ സാറോടൊപ്പം എല്ലാ കസിൻസിനും ഉണ്ട്. റോബിൻ സാറാ, കാർഡ് പറയണ്ട? ഓക്കെ, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇച്ചാച്ചന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ഇച്ചാച്ച. ഹലോ ഇച്ചാച്ച, ഇച്ചാച്ചൻ എൻ്റെ ബർത്ത്ഡേ ആശംസകൾ. ഈ അവസരത്തിൽ അവിടെ എല്ലാവരും ആഘോഷമാണെന്ന് വിചാരിക്കുന്നു. അങ്കിൾമാരൊക്കെ തുടങ്ങി കാണുമല്ലേ? ചേഴ്സ്. പിന്നെ ഈ ഒരു ദിവസത്തിൽ ഞങ്ങൾ കസിൻസ് എല്ലാം ഹാപ്പിയാണ്. ഞങ്ങളും ഈ സമയത്ത് വിചാരിച്ചിരിക്കുന്നത് ഇച്ചാച്ചനുമായിട്ടുള്ള മെമ്മറീസ് ഷെയർ ചെയ്യാമെന്ന്. ഇച്ചാച്ചനുമായിട്ടുള്ള മെമ്മറീസ് പറയുമ്പോഴത്തേക്ക് എല്ലാവരും മനസ്സിൽ ആദ്യം വരുന്ന സംസ്കൃതം. പക്ഷെ എൻ്റെ മനസ്സിലതല്ല. എൻ്റെ മനസ്സിൽ ഇച്ചാച്ചൻ എന്നെ പഠിപ്പിച്ചത് കണക്കാണ്. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇച്ചാച്ചന് പണ്ട് ഞാൻ അവധിയൊക്കെ വീട്ടിൽ വരുന്ന ഓർമ്മയുണ്ടോ? ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് സ്ഥിരമായിട്ടിരുന്ന് കഷ്ടപ്പെട്ട് ട്യൂൺ ചെയ്ത് TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക, ആ മെട്രോ ചാനലൊക്കെ. അത് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇച്ചാച്ചൻ വന്ന് പറയും, വാ പുറത്തോ. എന്താന്ന് വിചാരിക്കാതെ ഒന്നും അറിയാൻ പറ്റാതെ പുറത്ത് വരും. ചിലപ്പോൾ ഇച്ചാച്ചൻ പറയും, ഈ തേങ്ങ എന്ന് എണ്ണിക്ക്, തേങ്ങ 90 എന്തോ ഉണ്ടെന്നാ തോന്നുന്നത്, ഒന്ന് എണ്ണി നോക്കിയേ. ഞാൻ എണ്ണിയ വല്ല 90 കഴിയും. ഞാൻ എണ്ണിയ എപ്പോഴും 89, 88, പിന്നെ 99. കറക്റ്റ് 90 ഒരിക്കലും വരത്തില്ല. എന്തായാലും ഇച്ചാന് 90 കഴിഞ്ഞേ അത് മതി. ഇത് കാരണം എന്തായാലും ഞാൻ കണക്കിൽ പൊലിയായി. പിന്നെയുള്ള ഓർമ്മകൾ എന്ന് വെച്ചാൽ ഇച്ചാച്ചൻ എന്നെ പറമ്പ് കൊണ്ട് കാണിക്കുകയും അടയ്ക്ക പെറുക്കുന്നതും റബ്ബർ ഷീറ്റ് അടിക്കുന്നതൊക്കെ കാണിക്കുക. നാടെന്താന്ന് ഒരു അറിവില്ലാത്ത എന്നെ നാടെന്താന്ന് കാണിച്ചു തന്നു, പഠിപ്പിച്ചു തന്നു, നാട്ടിലെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ ഒരു കോട്ടയിച്ചായനായെങ്കിലായി ഞാൻ. ഇതുപോലെ പല പല നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അച്ചാച്ചനെ പറ്റി. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇനി എൻ്റെ കെട്ടിയോള് കളിക്കല്ലേ? ഡി വന്നു. ഹായ് ചാച്ചാ, ഹാപ്പി ബർത്ത്ഡേ. എല്ലാ അങ്കിളുമാർക്കും ആന്റിമാർക്കും ഹായ്. കുട്ടിപ്പെട്ടാളത്തിന് ഒരു സ്പെഷ്യൽ ഹായ്. എല്ലാവരും ഇച്ചാച്ചനുമായിട്ടുള്ള ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യുക. എനിക്കും ഉണ്ട് ഷെയർ ചെയ്യുക 2 വർഷത്തെ ഓർമ്മകളൊക്കെ. കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി എല്ലാവരും വീട്ടിൽ വന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ നിറയെ അങ്കിളുമാരും ആന്റിമാരും. ആരോട് ആദ്യം പോയി സംസാരിക്കുന്നത് നോക്കുമ്പോൾ ഇച്ചാച്ചൻ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ നേരെ ഇച്ചാച്ചനടുക്ക വന്നിട്ട് ഒരു സ്തുതിയൊക്കെ തന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇച്ചാച്ചൻ നല്ല സ്റ്റൈലും സ്മൈലൊക്കെ തന്ന് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അതോടെ എൻ്റെ ടെൻഷൻ എല്ലാം പോയി. അതായിരുന്നു കുടുംബത്തിലേക്കുള്ള എൻ്റെ ഫസ്റ്റ് എൻട്രി. ഇച്ചാച്ചൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാന്ന് പറഞ്ഞപ്പോൾ മക്കളാകട്ടെ കൊച്ചുമക്കളാകട്ടെ എല്ലാവരും സന്തോഷത്തോടെ ഒറ്റക്കെട്ടായിട്ട് നിന്നു. എന്തൊക്കെ പറഞ്ഞോ എല്ലാം ചെയ്യാൻ എല്ലാവരും റെഡിയായിരുന്നു. അത് ശരിക്കും ഇച്ചാച്ചൻ കൊടുത്ത സ്നേഹം കൊണ്ട് എല്ലാവർക്കും ഇച്ചാച്ചനോടുള്ള സ്നേഹമാണ്. ശരിക്കും ഈ കുടുംബത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ്. ഈ വഴിയാണെങ്കിലും ഞാൻ അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇച്ചാച്ചന് എല്ലാ പിറന്നാൾ ആശംസകളും പ്രാർത്ഥനകളും. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് ഇനി റോസിന് ഞങ്ങൾ കൈമാറാനാണ്. റോസ് എന്തി?
ഡാൻസ് കളിച്ച് ചെറുപ്പുണ്ടായിരിക്കും. റോസ് റോസ് എന്തോ മതി. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ഇച്ചാച്ച. അപ്പോൾ എൻ്റെ ഇച്ചാച്ചൻ്റെ 90 years ആയി. ഞാൻ എന്താ പറയുക, ഭയങ്കര ഗ്ലാമർ ആയിട്ടോ ഇച്ചാച്ചന് ഇപ്പോഴും. എനിക്ക് പറയാനേ പറ്റുന്നില്ല 90 years ആയിന്ന്. കാരണം ഇപ്പോഴും ഭയങ്കര യങ്, ഡാഷിങ്, ഭയങ്കര സ്ട്രോങ്. പിന്നെ ഈ ഫോട്ടോയിൽ കാണിച്ച പോലെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ഹാൻസം ലുക്ക്. ആ ഒരു ലുക്ക് വേറെ ആർക്കും കിട്ടിയിട്ടില്ല, ഒലൊലിക്കൽ ഫാമിലിയിൽ ഒരു ആൾക്ക് പോലും. അതിൻ്റെ സീക്രട്ട് ഉണ്ട് ചാച്ച, ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ഇനി ഒന്നും കൂടെ വിഷ് ചെയ്യുന്നു, ഹാപ്പി ബർത്ത്ഡേ ചാച്ച. ഇനി ഞാൻ ടിഫാനിക്ക് ഈ കാർഡ് കൊടുക്കുന്നു. Thank you, Roslyn. ഹലോ ഇച്ചാച്ച. ഇച്ചാച്ചന് എൻ്റെ വക 100 ജന്മദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. ഇച്ചാച്ചനുമൊത്ത് എനിക്ക് പറഞ്ഞു തീരാത്തത്ര മനോഹരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇച്ചാച്ചൻ്റെ കൂടെ പറമ്പിൽ പോകുന്നതും എനിക്ക് കഥകൾ പറഞ്ഞു തരുന്നതും മലയാളത്തിൻ്റെ സന്ധിയും സമാസവും പറഞ്ഞു തരുന്നതും എന്ന് വേണ്ട അങ്ങനെ ഒരുപാട് നിമിഷങ്ങൾ. ആ ഓരോ നിമിഷങ്ങളെ ഓർത്തും ചാച്ചനോട് എനിക്ക് നന്ദി പറയാനുണ്ട്. ഇനി എൻ്റെ വക ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. ഇനി ഇത് ഞാൻ അടുത്ത ആൾക്ക് പാസ് ചെയ്യുകയാണ്. ആരും ഞാൻ പറഞ്ഞു തരില്ല, നിങ്ങൾ ഗസ് ചെയ്തോളൂ. ബൈ. താങ്ക്സ് സ്റ്റീഫാനി. 90ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഇച്ചാച്ചന് എൻ്റെ നമ്മുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ഇതിന് കൊടുക്കുന്നു. ഹായ് ഇച്ചാച്ച. 90ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഇച്ചാച്ചന് ഈ കൊച്ചുമോൻ്റെ പിറന്നാൾ സമ്മാനമായി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഈ അവസരത്തിൽ എനിക്ക് അവിടെ വരാൻ സാധിക്കാത്തത് വളരെ നഷ്ടമായി പോയി. എങ്കിലും ഞാൻ ഇച്ചാച്ചന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇതുപോലെ ഒരുപാട് പിറന്നാളുകൾ ആഘോഷിക്കാൻ ഇച്ചാച്ചന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇച്ചാച്ചന്റെ കൊച്ചുമാനാകാൻ പറ്റിയത് തന്നെ എൻ്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇച്ചാച്ചന് ജന്മദിന ആശംസകൾ നേരുന്നു. ഞാൻ കഴിഞ്ഞ അടുത്ത ചാൻസ് ആരായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇപ്പം മനസ്സിലായി കാണും. ഇനി അവരുടെ ചാൻസ്. ഒരിക്കൽ കൂടി ഞാൻ ഇച്ചാച്ചന് ജന്മദിന ആശംസകൾ നേരുന്നു. Hey Chachin, this is Colin and Michelle from America. Hi Chachin, happy birthday. We have fond memories of you coming to America and watching our soccer games. Have a great birthday. We love you. Now we're going to give it to Febin. Thank you, Michelle. 90ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇച്ചാച്ചന് എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഇനിയും ദൈവം 1000 നന്മകൾ ഇച്ചാച്ചന് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ഞാൻ എൻ്റെ അനിയന് പാസ് ചെയ്യുന്നു. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഇച്ചാച്ച. എനിക്ക് ഇച്ചാച്ചനെ കുറിച്ച് പറയാനുള്ളത്, എന്നെ എപ്പോൾ കണ്ടാലും എൻ്റെ മുടിനെ കുറിച്ച് ഇച്ചാച്ചൻ പറയും. മുടി ഒന്ന് ഒതുക്കി വെക്കടി എന്ന് പറയാറുണ്ട്. പിന്നെ ഇച്ചാച്ചനെ കുറിച്ച് ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇച്ചാച്ചൻ്റെ പാട്ടുകളാണ്. ഇച്ചാച്ചൻ്റെ എല്ലാ മക്കളെ കുറിച്ചും പാട്ടുകളുണ്ട്.
അത് ഞങ്ങളുടെ പ്രിയങ്കരനായ ഈ ചാച്ചന് 90ാം പിറന്നാൾ ആശംസകൾ. Happy birthday, Chacha. You are turning 90 and still rocking. Long live, Chacha. ഇവിടെ ഡെൽസൺ ഉണ്ട്, ഡെൽസണിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ചാച്ച. ഇച്ചാച്ചനെ പറ്റി ഫസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്ന ഇച്ചാച്ചൻ ചിരിയും ഇച്ചാച്ചൻ സംസാരമാണ്. പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഇൻസിഡന്റ്, ഇച്ചാച്ചൻ ഞാൻ ന്യൂസിലൻഡിൽ പോകുന്ന സമയത്ത് എന്നെ CF ചെയ്യാൻ വന്നാണ് എയർപോർട്ടിൽ. ലവ് യു ചാച്ച. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ. എന്റെയും മെൻസിന്റെ വകയും ഡിവൈൻ ഇയർ 10. താങ്ക് യു ചേട്ടാ. അപ്പൊ എനിക്ക് നമ്മുടെ ട്രിച്ചിയിൽ നിന്നും കൊച്ചിയിലേക്ക് വളരെ സേഫ് ആയി തന്നെ ഈ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഇച്ചാച്ച. ഇച്ചാച്ചനെ പറ്റി പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന കാര്യം ചെറുപ്പകാലത്തൊക്കെയുള്ള കുടുംബ പ്രാർത്ഥനയാണ്. ഇച്ചാച്ചൻ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഞാനിങ്ങനെ അടങ്ങിയിരിക്കുന്ന സ്വഭാവം എനിക്കില്ലല്ലോ. അപ്പോൾ കുടുംബ പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഇച്ചാച്ചൻ എന്നെ ഒന്ന് നോക്കി പേടിപ്പിക്കും. അത് കഴിഞ്ഞ് സ്തുതി എല്ലാം നേരത്ത് എനിക്ക് ഇച്ചാച്ചന്റെ വകയൊരു പിച്ച് ഉറപ്പാണ്. അത് കഴിഞ്ഞ് ഇച്ചാച്ചൻ സ്നേഹത്തോടെ എനിക്ക് നല്ല ഉമ്മയൊക്കെ തരും. മൂക്ക് കൊണ്ടുള്ള ഉമ്മ, അത് ഇച്ചാച്ചന് മാത്രം അവകാശപ്പെട്ട, ഇച്ചാച്ചന്റെ മാത്രം ഐഡന്റിറ്റി സൂചിപ്പിക്കുന്ന ഒരു ഉമ്മ, അത് തരും. അത് കഴിഞ്ഞ് ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ കുറെ കാലമായിട്ട് ഇപ്പൊ ഇച്ചാച്ചൻ അങ്ങനെ വഴക്കൊന്നും പറയാറില്ല. ചിലപ്പോ ഇച്ചാച്ചന് മനസ്സിലായിട്ടുണ്ടോ അതിനെ പിച്ചിട്ട് കാര്യമില്ലാന്ന് തോന്നിയിട്ട് കൊണ്ടാണോ അതോ ഇനി നന്നായി കാണും എന്നുള്ളൊരു തെറ്റിദ്ധാരണ കൊണ്ടാണോ എന്നും എനിക്കറിയില്ല. അപ്പൊ എന്ത് തന്നെ ആയാലും ഇപ്പൊ എന്നെ കുറെ കാലമായിട്ടൊന്നും പിച്ചാറൊന്നും ഇല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഭയഭക്തി ബഹുമാനം എന്ന് പറയുന്ന ഈ ഒരു വലിയ സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും ഇച്ചാച്ചൻ്റെ അടുത്താണ്. അമ്മച്ചിയൊക്കെ പറഞ്ഞ് കുറെ ഇച്ചാച്ചൻ കഷ്ടപ്പെട്ടതിനെ പറ്റിയൊക്കെ കുറെ പറഞ്ഞ് എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നിയൊരു വ്യക്തിയാണ് ഇച്ചാച്ചൻ. പിന്നെ ഭയം ഈ ബഹുമാനം കൊണ്ടുള്ള ഒരു ഭയമാണ്. അത് പണ്ടും ഇപ്പോഴും ഇനി എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇച്ചാച്ചൻ്റെ ഒരു കണ്ണുരുട്ടൽ കാണുമ്പോൾ തന്നെ ശരിക്കും എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കാരണം അവിടെ ഇരുന്ന് ഞാൻ തന്നെ എന്നെ വളിച്ച മോന്ത കാണണം. അതുകൊണ്ട് ഞാൻ വേഗം ഈ നമ്മുടെ ഗ്രീഷ്മയ്ക്ക് കൈമാറാൻ പോവാണ്. അവള് ഇവിടെ വന്നിട്ടുണ്ട്, സ്കൂൾ കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. ഈ കാർഡ് വാങ്ങിക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുകയാണ്. അപ്പൊ ഞാനിത് അവർക്ക് കൊടുക്കാൻ പോവാണേ. തൊണ്ണൂറാം ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇച്ചാച്ചന് ഇലഞ്ചേട്ടന്റെ പേരിലും ഗ്രീഷ്മ ചേച്ചിയുടെ പേരിലും റോസ്മലിന്റെ പേരിലും ഞങ്ങളുടെ ആശംസകൾ നേരുന്നു. Chacha, all the best. Happy birthday, Chacha, all the best.
birthday, Chacha. One more. Happy birthday, Chacha. 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 വാസൻ പറഞ്ഞ പോലെ ഞങ്ങളും എന്റെ 90ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. തേങ്ങാക്കൊല അതും പോയി. ഒത്തിരി ചെറുതായിട്ട് ഐഡിയ തെറ്റി, അത് തെറ്റി കട്ടി. എല്ലാ മെമ്പേഴ്സോട് ചേർന്ന് ഇച്ചാച്ചിന്റെ 90ാമത്തെ പ്രത്യേകിച്ചും സെബാസ്റ്റ്യൻ പറഞ്ഞ പോലെ കണ്ടോണ്ടിരിക്കുന്ന കാണുന്നു ചേച്ച പറയും TV കണ്ട് സൂചിച്ചിരിക്കുന്നൊക്കെയല്ലേ റോച്ചൻ അങ്ങ് കാഷ്വലായിട്ട് റോച്ചൻ പറഞ്ഞു നോക്ക്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ. ഹായ് ചാച്ചൻ, എന്തൊക്കെയുണ്ട്? ആണ് അവിടെ കാണിക്കുന്നത്. എന്ത് ഇച്ചാച്ചൻ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങളെ ഇച്ചാച്ചൻ പോയി പോയി പോയി. പപ്പയും അമ്മയും ഇച്ചാച്ചൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയി. അല്ലെ, ഇച്ചാച്ചനോടുള്ള സ്നേഹമാണ്. ഒറ്റക്കെട്ടൊക്കെ അവിടെ പോയി. ഞാൻ കൈകൊക്കെ അന്യമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. എനിക്ക് പരിചയമില്ലാത്ത എല്ലാരും എനിക്ക് പരിചയപ്പെടാനും പറ്റി. ഞാൻ ആ ഭാഗം എനിക്ക് കിട്ടുന്നില്ല. അന്ന് പപ്പയും അമ്മയും ഇച്ചാച്ചനെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയി.